എനിക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങളിലെ മറ്റൊരു ചോദ്യം ഇതാണ്. പണ്ടൊക്കെ പെന്തക്കോസ്ത് ശുശ്രൂഷകന്മാരെ ഉപദേശി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പലരും പാസ്റ്റർ എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ റെവറൻഡ് എന്ന് വിളിക്കുന്നു. സത്യത്തിൽ ഒരു ശുശ്രൂഷകനെ വിളിക്കേണ്ടത് എന്താണ്? ചോദ്യം ബാലിശമായിട്ട് തോന്നാം, അങ്ങനെ കരുതി തള്ളിക്കളയാം. എന്നാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് അനേകർക്കുള്ള ഒരു സംശയമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ബൈബിൾ അതേക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ദൈവസഭയിൽ 5 പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഉണ്ട് എന്നാണ് നാം കാണുന്നത്. യേശു കർത്താവ് ആ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്യും. കർത്താവിൽ നിന്നുള്ള ഒരു വിളി ലഭിക്കുന്നതിലൂടെയാണ് ആ ഓരോ സ്ഥാനങ്ങളും ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നത്. അത് മാനുഷിക തെരഞ്ഞെടുപ്പല്ല എന്ന് അവിടെ വ്യക്തമാണ്. അപ്പോൾ അവിടെ കാണുന്നത് 5 ശുശ്രൂഷകളാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായി ആ 5 ശുശ്രൂഷകൾ, 5 സ്ഥാനങ്ങൾ നമ്മളവിടെ കാണുന്നു. 5 പദവികളാണ് ദൈവസഭയിൽ നാം കാണുന്നത്. ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ, മൂന്നാമത് സുവിശേഷകൻ, നാലാമത് ഇടയൻ, അഞ്ചാമത് ഉപദേഷ്ടാക്കന്മാർ. അപ്പൊ ഇങ്ങനെ 5 സ്ഥാനങ്ങൾ. അപ്പൊ അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പൊ ഇങ്ങനെ 5 സ്ഥാനങ്ങൾ, 5 പദവികൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് അപ്പോസ്തലന്മാർ. ഇത് പഠിക്കുവാൻ എളുപ്പത്തിന് ഈ 5 ഫോൾഡ് മിനിസ്ട്രി അഥവാ 5 വിധ ശുശ്രൂഷകളെ പഠിക്കാൻ എളുപ്പമായിട്ട്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിട്ട് നമ്മുടെ കൈപ്പത്തിയിലേക്ക് നോക്കുക. ആ കയ്യിൽ നോക്കുമ്പോൾ 5 വിരലുകളുണ്ട്. ഈ 5 വിരലുകളെ നമുക്ക് ഈ ഓരോ പദവികളോടും താരതമ്യം ചെയ്യാവുന്നതാണ്. ഈ തള്ളവിരൽ അപ്പോസ്തലൻ, രണ്ടാമത് കാണുന്ന ചൂണ്ടുവിരൽ പ്രവാചകൻ, മൂന്നാമത് കാണുന്ന നടുവിരൽ ഇവാഞ്ചലിസ്റ്റ്, നാലാമത് കാണുന്ന അണിവിരൽ പാസ്റ്റർ, അഞ്ചാമത് കാണുന്ന ചെറുവിരൽ ടീച്ചർ. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഈ വിരലാണ് പാസ്റ്റർ, വിരലാണ് ടീച്ചർ എന്ന് ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഒരു സൂത്രവാക്യം പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ആ കയ്യിലേക്ക് നോക്കുമ്പോൾ ആ ഈ 5 വിരലുകളും ചേർന്ന് ഒരുമിച്ച് ഒരു കൈപ്പത്തി ആയിരിക്കുന്നത് പോലെ ഈ 5 സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയും ശുശ്രൂഷ ഒരുപോലെ സഭയ്ക്ക് ഫലപ്രദമായി പ്രയോജനപ്പെടണമെന്നും അത് ദൈവസഭയുടെ ആത്മീക അഭിവൃദ്ധിക്ക് കാരണമായി തീരണമെന്നുമാണ് തൊട്ടുതാഴെ നമ്മൾ വായിക്കുന്നത്. ഈ ശുശ്രൂഷകന്മാരെ കുറിച്ചും അവരുടെ ശുശ്രൂഷയെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. നമുക്ക് നോക്കാം. ഒന്നാമത് തള്ളവിരലാണ്. ഈ തള്ളവിരലില്ലാതെ ഒന്നും നടക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ആ തള്ളവിരൽ അതിന് ആവശ്യമാണ്. ഈ 4 വിരലുകളെയും കോർഡിനേറ്റ് ചെയ്യുന്നതും എന്നാൽ തന്നെ ഈ 4 വിരലുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതുമാണ് ഈ തള്ളവിരൽ. ഈ 4 വിരലുകൾ ഒരേ ലൈനിൽ നിന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് വളരെ മാറി വ്യക്തമായ ഒരു അകലം പാലിച്ചുകൊണ്ട് അതേസമയം തന്നെ ഈ 4 വിരലുകളെയും ഒരുപോലെ നിയന്ത്രിക്കുകയും അവയെ സംയോജിപ്പിക്കുകയും അവയെ ക്രോഡീകരിക്കുകയും അവരെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ തള്ളവിരൽ. അതിന്റെ പേര് തന്നെ തള്ളവിരൽ എന്നാണ്. ഈ 4ന്റെയും ഒരു കോർഡിനേഷൻ ആയിട്ടാണ് ഈ വിരൽ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ തള്ളവിരലിന്റെ സ്ഥാനവും പ്രാധാന്യവും ഇനി ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാവും അപ്പോസ്തോലിക ശുശ്രൂഷയുടെ പ്രാധാന്യം. അതാണ് ഒന്നാമത് കാണുന്ന അപ്പോസ്തലൻ. രണ്ടാമത് കാണുന്നത് ചൂണ്ടുവിരൽ. ഇതാണ് പ്രവാചകൻ. ചൂണ്ടുക, പാപത്തെ ചൂണ്ടിക്കാണിക്കുക, കുറവുകളെ ചൂണ്ടിക്കാണിക്കുക, ദൈവത്തിന്റെ ആലോചനകളെ ചൂണ്ടിക്കാണിക്കുക, എല്ലാം ചൂണ്ടിക്കാണിക്കുന്നവരാണ് പ്രവാചകൻ. ഈ ചൂണ്ടുവിരലാണ് പ്രവാചകരെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത് കാണുന്നത് ഈ നടുവിരലാണ്. നമ്മൾ ഈ വിരലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പൊക്കത്തിലാണ്, തലപ്പൊക്കമുള്ള ആളാണ്, പൊങ്ങി നിൽക്കുക, ഉയർന്നു നിൽക്കുന്നത്. ഇതാണ് ഇവാഞ്ചലിസ്റ്റ്. നമ്മൾ കാണുന്നത് ഇവാഞ്ചലിസ്റ്റ്, റെയ്നാർഡ് ബോങ്കെ ഇവാഞ്ചലിസ്റ്റുകൾ, അതുപോലെ പേരും പെരുമയും പ്രശസ്തിയും എല്ലായിടത്തും അറിയപ്പെടും. പോസ്റ്ററുകൾ കാണുന്നു, ഫ്ലയറുകൾ കാണുന്നു. അതാണ് ഇവാഞ്ചലിസ്റ്റുകൾ. ഈ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പട്ടണത്തിൽ ചെന്നാൽ ആ പട്ടണത്തെ ഇളക്കി മറിക്കും. രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ, സുവിശേഷ വചനത്തിന്റെ പ്രഘോഷണം, ആളുകൾ ആകർഷിച്ചുകൊണ്ട് പട്ടണങ്ങളെ ഇളക്കി മറിക്കുന്ന ശുശ്രൂഷയാണ് ഈ ഇവാഞ്ചലിസ്റ്റ്. നമ്മൾ പുതിയ നിമിത്തത്തിൽ കാണുന്ന ഒരു ഇവാഞ്ചലിസ്റ്റാണ് ഫിലിപ്പോസ്.
ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകനായിരുന്ന ഫിലിപ്പോസ്. അവൻ അപ്പോസ്തലനായിരുന്നില്ല, അവൻ പ്രവാചകനല്ല, അവൻ ടീച്ചറല്ല, അവൻ ഒരു അപ്പോസ്തലനായിട്ടല്ല പറയുന്നത്, അവൻ ഒരു സുവിശേഷകൻ ആയിരുന്നു, ഇവാഞ്ചലിസ്റ്റ്. അവൻ ശമരിയിൽ ചെന്നപ്പോൾ വലിയ ഉണർവ് ഉണ്ടായി. അവൻ ഒരു ഉണർവിന്റെ നടുവിൽ നിൽക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ അവന്റെ കാതുകൾ ട്യൂൺ ചെയ്തിരുന്നു. ദൈവത്തിന്റെ സ്വരത്തോട് വളരെ സെൻസിറ്റീവായി അവൻ പ്രതികരിക്കുന്നവനായിരുന്നു. ആ വലിയ ഉണർവിന്റെയും അത്ഭുതങ്ങളുടെയും രോഗശാന്തികളുടെയും വീര്യപ്രവർത്തികളുടെയും ഭൂതോച്ചാടനങ്ങളുടെയും എല്ലാം വലിയ ശുശ്രൂഷ നടക്കുന്ന പട്ടണം മുഴുവൻ ഇളകി മറയുന്നതിനിടയ്ക്കാണ് കർത്താവിന്റെ സ്വരം മൃദുലമായി അവന്റെ കാതുകളിലേക്ക് വന്നത്. നീ ഗസയ്ക്കുള്ള നിർജ്ജന ദേശത്ത് ആരുമില്ലാത്ത മരുഭൂമിയിലെ റോഡരികിൽ പോയി നിൽക്ക്. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ആ ഉണർവിന്റെ നടുവിൽ നിന്ന് അതിന്റെ കേന്ദ്ര കഥാപാത്രമായിരിക്കുന്ന ഫിലിപ്പോസ് യാതൊരു വൈമനസ്സും ഇല്ലാതെ കർത്താവിന്റെ സ്വരം അനുസരിച്ച് ഗസയ്ക്കുള്ള നിർജ്ജന ദേശത്തേക്ക് പോയി അവിടെ കാത്തുനിന്ന് അവിടെയാണ് ആ തേരിൽ ഷണ്ണൻ യെരുശലേമിൽ നമസ്കരിക്കാൻ പോയിട്ട് നിരാശപ്പെട്ട് മടങ്ങി വരികയാണ്. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനാണ്. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ പോയതാണ്. പക്ഷെ യെരുശലേമിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ വലിയ പള്ളിയുടെ മുമ്പിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, ഷണ്ണന്മാർക്ക് പ്രവേശനമില്ല. അവൻ പള്ളിയിൽ കയറാനോ നമസ്കരിക്കാനോ കഴിയാതെ പൗലിനിൽ ചെന്ന് ഒരു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വാങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് തേരിലിരുന്നത് വായിച്ചുകൊണ്ട് പോരുകയാണ്. അവൻ നിരാശപ്പെട്ട് മടങ്ങി വരുന്ന, തന്നെ ആരാധിക്കാൻ വന്നിട്ട് ന്യായപ്രമാണ നിമിത്തം അകത്ത് കടന്ന് ആരാധിക്കാൻ കഴിയാതെ നിരാശയോടെ മടങ്ങുന്ന ഷണ്ണനെ കണ്ട സ്വർഗത്തിലെ ദൈവം ഈ സുവിശേഷകനോട് പറയുകയും ആ സുവിശേഷകൻ ദൈവസ്വരം കേൾക്കുന്നവനും അനുസരിക്കുന്നവനും ആയതുകൊണ്ട് അവൻ ശമരിയയിലെ ആൾക്കൂട്ടത്തെക്കാൾ അധികമായി ദൈവസ്വരം അനുസരിച്ച് ഗസയുടെ നിർജ്ജന ദേശത്ത് ആ മരുഭൂമി പോയി നിൽക്കാൻ താല്പര്യവും മനസ്സും കാണിച്ചു സുവിശേഷകനായ ഫിലിപ്പോസ്. ഞാൻ പറഞ്ഞത് ഈ സുവിശേഷകന് തലപ്പൊക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സുവിശേഷകൻ ഇങ്ങനെ തലപൊങ്ങി നിൽക്കുമ്പോൾ അവന്റെ പോസ്റ്റർ കാണുമ്പോൾ, ഫ്ലയറുകൾ കാണുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവൻ ദൈവസ്വരം കേൾക്കുന്നവൻ കൂടി ആയിരിക്കണം. ചില സമയത്ത് അവന്റെ നിർജ്ജന ദേശത്തേക്കും ആരുമില്ലാത്ത സ്ഥലത്തേക്കും ശുശ്രൂഷ ഇല്ലാത്ത സ്ഥലത്തേക്കും ഒക്കെ ദൈവാത്മാവ് കൊണ്ടുപോയി എന്നിരിക്കും. നാലാമത്തെ വിരൽ, ഈ അണിവിരൽ, ഇതാണ് പാസ്റ്റർ. ഈ സുവിശേഷനോട് ചേർന്നാണ് നിൽക്കുന്നത്. കാരണം ഈ സുവിശേഷകന്റെ വേലയിൽ രക്ഷിക്കപ്പെട്ട് വരുന്ന വ്യക്തികളെ സ്നാനപ്പെടുത്തുകയും സഭയിൽ കൊണ്ടുവരികയും സഭയിൽ പരിപാലിക്കുകയും ശുശ്രൂഷ നടത്തുകയൊക്കെ ചെയ്യുന്ന പാസ്റ്റർ. അഞ്ചാമതായിട്ട് നമ്മൾ അവസാനമായിട്ട് കാണുന്ന ഈ ചെറിയ വിരലാണ് ടീച്ചർ അഥവാ ഉപദേഷ്ടാവ്. ഈ ടീച്ചർ എന്ന ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ഉപദേശി എന്ന് വേണേൽ വിളിക്കാം. അതാണ് ഉപദേശി. അപ്പോൾ ഇത് ഉപദേശിയാണ്, ഇത് പാസ്റ്ററാണ്, ഇത് സുവിശേഷകനാണ്, ഇത് പ്രവാചകനാണ്, ഇത് അപ്പോസ്തലനാണ്. ഇനി നമ്മൾ വിളിക്കുമ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാകട്ടെ. 5 ശുശ്രൂഷകളുണ്ട്, 5 പദവികളുണ്ട്. ഈ ദൈവം നൽകുന്ന ഈ 5 പദവികളിൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നാം തിരിച്ചറിയുക. സുവിശേഷകനാണോ, പ്രവാചകനാണോ, പാസ്റ്ററാണോ, ടീച്ചറാണോ നാം തിരിച്ചറിയാം. നമ്മൾ കാണുമ്പോൾ ഈ തള്ളവിരൽ, ഞാൻ പറഞ്ഞു, ഈ 4 ശുശ്രൂഷകളും ഒരുപോലെ വെളിപ്പെടുന്ന ആളാണ് അപ്പോസ്തലൻ. ഈ 4 ശുശ്രൂഷകളും ഒരുപോലെ വെളിപ്പെടുന്ന ആളാണ് അപ്പോസ്തലൻ. അപ്പോസ്തലൻ പ്രവാചകനാണ്, അപ്പോസ്തലൻ ടീച്ചറാണ്, അപ്പോസ്തലൻ ഒരു സുവിശേഷകനാണ്, അപ്പോസ്തലൻ ഒരു പാസ്റ്ററാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന് ടീച്ചറുടെ ക്വാളിറ്റി വേണം, ഉപദേശിപ്പാനുള്ള സാമർഥ്യവും പരിജ്ഞാനവും അറിവും ഉള്ളവനാണ് അപ്പോസ്തലൻ. പ്രവചനപരം അടക്കമുള്ള കൃപാവരങ്ങൾ ഉള്ളയാളാണ് അപ്പോസ്തലൻ. സുവിശേഷകനുള്ള കൃപാവരങ്ങളും പ്രത്യേകതകളും എല്ലാം അപ്പോസ്തലനുമുണ്ട്. അപ്പോസ്തലൻ ഒരു പട്ടണത്തിൽ ചെന്നാൽ സുവിശേഷകൻ ചെന്ന അനുഭവം തന്നെ ഉണ്ടാകും. ഒരു ഇടയന്റെ ഹൃദയം, മനസ്സലിവ്, ആർദ്രത, ഇതെല്ലാം ഒരു അപ്പോസ്തലൻ ഉണ്ടായിരിക്കണം. ഈ 4 ശുശ്രൂഷകളുടെയും 4 സ്ഥാനങ്ങളിൽ ഉള്ളവരുടെയും എല്ലാ യോഗ്യതകളും എല്ലാ കഴിവുകളും ഒരുമിച്ച് സമ്മേളിക്കുന്ന അപൂർവ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് അപ്പോസ്തലൻ. ഇതാണ് 5 സ്ഥാനങ്ങൾ, ഇതാണ് 5 വിധ ശുശ്രൂഷകൾ. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം കൺഫ്യൂഷൻ ഉണ്ടാകരുത് ആര് എന്താണ് എന്ന്. തുടർന്ന് നമ്മൾ വായിക്കുന്ന ആ വാക്യവും ഇതിനോട് വളരെ ബന്ധപ്പെട്ടതാണ്. അവിടെ വായിക്കുന്നു, എന്തിനാണ് ഈ 5 ശുശ്രൂഷകൾ നൽകി ഇവരെ നിയമിക്കുന്നത്? അവിടെ വായിക്കുന്നു, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. അപ്പൊ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം വരുമ്പോൾ ഒരു ഐക്യത ഉണ്ടാവും. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലാണ് ഐക്യത ഉണ്ടാകേണ്ടത്. ദൈവപുത്രനെ കുറിച്ചുള്ള അറിവിൽ, അത് മറ്റൊരു വിഷയമായതുകൊണ്ട് മറ്റൊരു സമയത്ത് അത് സംസാരിക്കുന്നതാണ്. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്താണ്, യേശു ആരാണ്, ദൈവപുത്രനായ ക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കുന്ന ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത മൂലം ഒരു ഐക്യത ഉളവാകും. ആ ഐക്യതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ 5 ശുശ്രൂഷകൾ നിമിത്തം ആ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വിശ്വാസികൾ വളരുകയും
എല്ലാ വിശുദ്ധന്മാരുമായിട്ടുള്ള ഒരു ഐക്യത ഉളവാകുകയും ചെയ്യും. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം കുറയുമ്പോൾ ഭിന്നതകൾ ഉളവാകും. വൈരാഗ്യം, വെറുപ്പ്, അസൂയ, പക, വിദ്വേഷം ഇതെല്ലാം ഉണ്ടാകും. അത് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ കുറവുണ്ട്. എന്നാൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കും തോറും ഭിന്നതകൾ കുറഞ്ഞു വരും. വി ആർ ഡിവൈഡഡ് ഇൻ വാട്ട് വി ബിലീവ്, ബട്ട് വി ആർ യുണൈറ്റഡ് ഇൻ ഹൂം വി ബിലീവ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നാം ആരെ വിശ്വസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം ഒന്നായിത്തീരും. നമ്മൾ വിശ്വസിക്കുന്ന ഉപദേശ സംഹിതകളല്ല, ക്രിസ്തു എന്ന വ്യക്തിയാണ് നമ്മെ ഒരുമിപ്പിക്കുന്നത്. നമ്മെ ഒരുമിപ്പിക്കുന്ന ആ ദൈവപുത്രനാണ്. ആ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വർധനവ് വരുമ്പോൾ നമുക്ക് ഐക്യത ഉണ്ടാകും. തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. അപ്പൊ രണ്ട് ഗോളുകളാണ് ഈ 5 ശുശ്രൂഷകളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം. 2, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധന. 1, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം. 2, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധന. ഈ 2 കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി 5 ശുശ്രൂഷകളെയും 5 പദവികളെയും കൊടുത്ത് ദൈവം വേലയ്ക്കായി ആളുകളെ വിളിച്ച് നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകളെ നമുക്ക് പ്രാർത്ഥനാപൂർവം ഒന്ന് വിലയിരുത്താം. നാം ചെയ്യുന്ന ശുശ്രൂഷകൾ കൊണ്ട് ഈ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? 1, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം. 2, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധന. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നവരേക്കും നമസ്കാരം. May God bless you.